ഹലോ നമസ്കാരം, വെൽക്കം ബാക്ക് ടു ഇഷ്യാസ് ബ്യൂട്ടി വേൾഡ്. ഞാൻ ശ്രുതി ജയരാജ്. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരു ചെറിയ ടിപ്പുമായിട്ടാണ്. എന്താണെന്ന് ഞാൻ പറഞ്ഞുതരാം. ഇതെന്താണെന്നറിയോ? പലർക്കും അറിയായിരിക്കും, അതുപോലെ ചിലർക്ക് അറിയില്ലായിരിക്കും. ഞാനൊക്കെ ആണെങ്കിൽ ബ്യൂട്ടീഷ്യൻ കോഴ്സ് പഠിക്കാൻ പോയതിന് ശേഷമാണ് ഇതിൻ്റെ പേര്, അതുപോലെ ഇതെങ്ങനെ യൂസ് ചെയ്യാം എന്നൊക്കെ അറിഞ്ഞത്. അതുപോലെ അറിയാത്തവർക്കായി ഞാൻ പറഞ്ഞുതരാം. ഇത് ഐലാഷസ് കേളർ. നമ്മുടെ ഐലാഷസ് കേള് ചെയ്തിട്ട് ഭംഗിയാക്കുന്നതിന് ഉപയോഗിക്കുന്നതാണ്. നമ്മൾ കല്യാണത്തിന് ബ്രൈഡ്സിനൊക്കെ മസ്റ്റായി യൂസ് ചെയ്യുന്ന സാധനമാണിത്. നമ്മുടെ ഐലാഷസ് നല്ല ഭംഗിയായി നമുക്ക് കാണാൻ പറ്റും. നമ്മൾ ഫോൾസ് ലാഷസ് വെച്ചാലും ഇനി ഫോൾസ് ലാഷസ് വെക്കാതെ മസ്കാര മാത്രം യൂസ് ചെയ്തിട്ടായാലും നമുക്കിത് ഉപയോഗിക്കാം. നമ്മൾ എല്ലാവർക്കും ഫോൾസ് ലാഷസ് ഇഷ്ടമാവണമെന്നില്ല. കാരണം എന്ന് വെച്ചാൽ ഫോൾസ് ലാഷസ് വെക്കുമ്പോൾ നമുക്ക് ഐ കുറച്ചുകൂടി ഒരു വെയിറ്റ് തോന്നിക്കും. അപ്പോൾ എന്ന് വെച്ചാൽ കല്യാണത്തിന് അങ്ങനെയൊക്കെ പറ്റും, എന്തെങ്കിലും ഫങ്ഷനൊക്കെ പറ്റും. നമുക്ക് ഡെയിലി യൂസ് ചെയ്യുമ്പോൾ ചില ആൾക്കൊക്കെ ഇഷ്ടമാവണമെന്നില്ല. അങ്ങനെയുള്ളവർക്കൊക്കെ ഫോൾസ് ലാഷസ് വെച്ച അതേ ഒരു റിസൾട്ട് കിട്ടുകയും ചെയ്യും. നല്ലൊരു ഭംഗിയായിരിക്കും കാണാൻ വേണ്ടി. അപ്പോൾ നമുക്കിത് ഉപയോഗിക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. അതിൻ്റെ കൂടെ ഞാൻ ചെറിയൊരു ടിപ്പ് കൂടി പറഞ്ഞുതരാം. നമ്മൾ നോർമലി ഇത് യൂസ് ചെയ്യുമ്പോൾ ഡയറക്റ്റ് നോക്കുക. അതിന് ശേഷം കണ്ടില്ലേ, ഇതിങ്ങനെ വെച്ച് കൊടുത്തിട്ട് പ്രസ് ചെയ്യുക, റിലീസ് ചെയ്യുക, പ്രസ് ചെയ്യുക, റിലീസ് ചെയ്യുക. അങ്ങനെ ഒരു 3 തവണ ചെയ്യുക. ഇനി കസ്റ്റമർക്ക് ചെയ്തു കൊടുക്കുന്നതാണെങ്കിൽ കസ്റ്റമറോട് ഡയറക്റ്റ് സ്ട്രെയിറ്റ് നോക്കാൻ പറയാം. അതിന് ശേഷം നമ്മൾ പ്രസ് ചെയ്യുക, റിലീസ് ചെയ്യുക. അപ്പോൾ തന്നെ നമുക്കിത് ഐലാഷസ് കുറച്ചുകൂടി ഒരു കേളായി തോന്നും. ഇനി ഇത് കുറച്ചുകൂടി ഒരു ഭംഗിയാവാൻ ഒരു ടിപ്പ് പറഞ്ഞുതരാം. ഇതുപോലൊരു ഡ്രയർ വെച്ച് ഇതിന് ചെറിയൊരു ചൂട് കൊടുക്കുക. ചെറുതായി ഒന്ന് ചൂടായാൽ മതി. ശ്രദ്ധിക്കണം, നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന ആ ഒരു ചൂടേ പാടും, പൊള്ളരുത്. കണ്ണാണ്, അപ്പോൾ ശ്രദ്ധിക്കണം. നമ്മളൊന്ന് തൊട്ട് നോക്കുക. അതിന് ശേഷം നമുക്കിത് യൂസ് ചെയ്യാം. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. എന്തെങ്കിലും സജഷൻ ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. ഈ ചാനൽ നിങ്ങൾ പുതുതായി കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത വീഡിയോയിൽ കാണാം. അതുവരെ നന്ദി.